ഡ്രൈവർമാരെ കൂട്ടത്തിലെ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. ആ സേതു മാധവൻ സാറ് മരിച്ചതിൽ പിന്നെയാ ഇവരെല്ലാം ഇത്ര കഷ്ടത്തിലായി പോയത്. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്ന് വെച്ചാ അതിനും വേറെ പണം വേണ്ടേ? അമ്മ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ആദ്യം ആ വണ്ടി ഒന്ന് പണിത് കിട്ടട്ടെ. എന്തായാലും 2 ദിവസത്തെ അവധി തന്നിട്ടുണ്ടല്ലോ, അതിനകം എവിടുന്നേലും മറിച്ചു കൊടുക്കാം. വണ്ടി പണി കഴിഞ്ഞ് കിട്ടിയ രാത്രിയിലും കൂടി ഓടാന്ന് ഞാൻ വിചാരിക്കുന്നേ. അമ്മേ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നേ, അമ്മ വിഷമിക്കാതെ. ദേ, ഇത് അവസാനത്തെ അവധിയാ. 2 ദിവസം കൂടി ഞാൻ നോക്കും. വാടക കുടിശ്ശിക മുഴുവൻ തീർത്ത് കിട്ടിയില്ലെങ്കിൽ 3-ാം ദിവസം രാവിലെ ഞാനിങ്ങ് വരും. ചട്ടിയും കലവും എല്ലാം വാരി ഞാൻ പുറത്തേക്കറിയും. പറഞ്ഞേക്കാം. ഈശ്വര, എൻ്റെ അമ്മയും സഹോദരങ്ങളും ഇത്രയ്ക്ക് ദാരിദ്ര്യം നിറഞ്ഞൊരു ചുറ്റുപാടിലാണോ ഇക്കാലം അത്രയും ജീവിച്ചത്? എൻ്റെ അമ്മ ആ വീട്ടുടമസ്ഥനോട് എത്ര ദയനീയമായിട്ടാണ് സംസാരിച്ചത്. ഇങ്ങനൊരവസ്ഥയിൽ എനിക്ക് എൻ്റെ അമ്മയെ കാണേണ്ടി വന്നല്ലോ ദൈവമേ. എന്തു പറ്റി മോളെ? ആ വീട്ടിലേക്ക് പോകാൻ പോയിട്ട് മോളെന്താ അകത്തേക്ക് കയറായിരുന്നേ? അത് എനിക്ക് വീട് മാറിപ്പോയി ചേട്ടാ. ഞാൻ ഉദ്ദേശിച്ച വീട് അതല്ല. ഓ, അത് ശരി. മോൾക്ക് ഇവിടെ ഏത് വീട്ടിലാ പോകണ്ടേ? ഈ ഏരിയ താമസിക്കുന്ന ഒരുമാതിരിപ്പെട്ടവരൊക്കെ എനിക്കറിയാം. ആളിന്റെ പേരറിയാവോ? പേര് ഞാൻ ഓർക്കുന്നില്ല. പഴയൊരു ഓർമ്മ വെച്ച് വന്നതാ. ആ വീട്ടിൽ നേരത്തെ ഉണ്ടെന്ന വാടകക്കാര് മാറിപ്പോയി. ഇപ്പോ നെല്ലിശ്ശേരിക്കാരാ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. മോൾക്ക് നെല്ലിശ്ശേരിക്കാരെ അറിയില്ലേ? അത് കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് പ്രതാപത്തോടെ കഴിഞ്ഞ ആൾക്കാരാ. ഏതോ കേസിൽ പെട്ട് പാപ്പരായിപ്പോയി. ചേട്ടൻ അവരെ അറിയോ? നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകൻ സച്ചി. നമ്മുടെ സ്റ്റാൻഡിലല്ലേ ടാക്സി ഓടിക്കുന്നത്. സച്ചേട്ടനെ അല്ല, സച്ചി അറിയോ? പിന്നെ അറിയാതെ. ഡ്രൈവർമാരെ കൂട്ടത്തിലെ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. ആ സേതുമാധവൻ സാറ് മരിച്ചതിൽ പിന്നെയാ ഇവരെല്ലാം ഇത്ര കഷ്ടത്തിലായി പോയത്. ഇപ്പൊ കണ്ടില്ലേ, വല്ലവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. സ്വത്തിന് വേണ്ടിയിട്ടുള്ള കേസ് നടക്കുന്നെന്ന് സച്ചി പറയാറുണ്ട്. അതൊക്കെ ഇനി എന്താവോ എന്തോ. അതൊക്കെ തിരിച്ചു കിട്ടും ചേട്ടാ. അതെങ്ങനെ മോക്കറിയാം? അത് പിന്നെ ന്യായത്തിന്റെ പക്ഷത്തല്ലേ കോടതിയും നിയമവും ഒക്കെ നിൽക്കും. ആ, അവരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അവർക്കത് തിരിച്ചു കിട്ടാതിരിക്കില്ലല്ലോ. ഈ സച്ചിയുടെ ഭാര്യ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ പറഞ്ഞു കേട്ടറിയാം. 8-10 കൊല്ലം മുമ്പ് എന്തോ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ 2 കുട്ടികളിൽ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. ആ പെണ്ണ് അവന്റെ ഭാഗ്യമായിരുന്നു. അവള് പോയ പിന്നെ അവനെല്ലാം നഷ്ടപ്പെട്ടത്. എത്ര ആർഭാടത്തിലും സമ്പത്തിലും ഒക്കെ ജീവിച്ചിരുന്നവരാ. നാട്ടുകാർക്കും പലതരത്തിലും ഉപകാരികളാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തു ചെയ്യാൻ, ഇപ്പൊ ഇതായിപ്പോയി അവസ്ഥ. ആ സച്ചിയുടെ കാര്യമാണ് കഷ്ടം. അതെന്താ ചേട്ടാ? അവനിപ്പോഴും ആ പെണ്ണും കൊച്ചും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവരെ അന്വേഷണം നടക്കുക. ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരെ കയ്യിൽ നിന്ന് നല്ല തല്ലും കിട്ടും. അതെന്തിനാ ചേട്ടാ? ഏത് നിമിഷവും ഭാര്യയുടെ ഓർമ്മയല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഭാര്യയാണെന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തിലുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കും. നമ്മളെ നാട്ടുകാരല്ലേ, ആരെങ്കിലും വെറുതെ വിടൂ? അങ്ങനെ 1-2 കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാവം.
ഇക്കാലത്തൊരു പെണ്ണിന് വേണ്ടി ആരും ഇങ്ങനെ കാത്തിരിക്കത്തില്ല. വേറൊരു പെണ്ണിനെയും കെട്ടി അവൻ അവന്റെ ജീവിതം നോക്കും. അല്ല പിന്നെ ആ സച്ചിയുടെ സ്ഥാനത്ത് ചേട്ടനായിരുന്നെങ്കിലോ ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കില്ലായിരുന്നോ? എന്തിന്? പോയവള് അവളെ വഴിക്ക് പോട്ടെ എന്ന് വയ്ക്കും. ഞാനായിരുന്നെങ്കിൽ വേറൊരു പെണ്ണും കെട്ടി സന്തോഷമായിട്ട് ജീവിച്ചേനെ. ചിലപ്പോ 1-2 കുഞ്ഞുങ്ങളും ആയേനെ. അവനൊരു പൊട്ടനായതുകൊണ്ടാ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ചിലപ്പോ അവര് തിരിച്ചു വരുമായിരിക്കും, അല്ല ചേട്ടാ? ഓ, ഇത്രയും കാലമായില്ലേ, നീ എവിടെ നിന്ന് വരാനാ? ചിലപ്പോ തിരിച്ചു വന്നാലോ? അവന്റെ വിഷമം കാണുമ്പോ അവര് തിരിച്ചു വന്നെങ്കിലെന്ന് ഞങ്ങളും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ വരാനൊന്നും പോകുന്നില്ലെന്നേ. പോയതൊക്കെ പോയതാ. സ്റ്റാൻഡിലെ ഡ്രൈവർമാരൊക്കെ ഇതൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കാറുണ്ട്. അവനൊരു പാവം, സ്വന്തം ജീവിതം പോയി നഷ്ടപ്പെടുത്തി ഇപ്പോഴും അവർക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നാലും ആ പെണ്ണ് അവനോട് ചെയ്തത് വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ഹലോ സച്ചി. വക്കീലേ, ഗോകുൽ സാറിനെ വിളിച്ചോ? ആ, ഞാൻ വിളിച്ചിരുന്നു. സാറ് കുറച്ച് തിരക്കില്ല. എല്ലാവർക്കും അവരവരുടേതായ തിരക്കൊക്കെ കാണും. പക്ഷേ ഇതങ്ങനെ നീട്ടിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. എനിക്ക് ഗോകുൽ സാറിനെ കണ്ടേ പറ്റൂ. അതിനാണോ നടു റോഡിൽ സാറിനെ തടഞ്ഞു നിർത്തിയത്? സച്ചി എന്താ ഈ കാണിക്കുന്നേ? ആവശ്യമില്ലാത്തതിനൊന്നും പോരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. വക്കീലിന് എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാ. കാര്യങ്ങളൊക്കെ ഞാൻ സച്ചിയോട് പറഞ്ഞു മനസ്സിലാക്കിയതല്ലേ. എന്നിട്ടും മനസ്സിലാവില്ലെന്ന് വെച്ചാലോ? കഷ്ടമാണ് സച്ചി. എങ്ങനെയെങ്കിലും ഞാൻ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ നോക്കുമ്പോ സച്ചി ഇത് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. വക്കീലെ, വഴിയിൽ തടഞ്ഞു നിർത്തിയ ഗൂഗിൾ സാർ സംസാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? അത് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. അപ്പോഴത്തെ മാനസികാവസ്ഥ ചെയ്തു പോയതാ. വക്കീലെ, ഇന്ന് തന്നെ നമുക്ക് സാറിനെ ഒന്ന് കാണണം. എനിക്കിനി ഒട്ടും കാത്തിരിക്കാൻ വയ്യ വക്കീലെ. വൈകുന്ന ഓരോ നിമിഷവും എന്റെ അർച്ചനയും മോളും എന്നെ അകന്നു പോവുക. സച്ചി ഒന്ന് അടങ്ങ്. ഗൂഗിൾ സാറിന്റെ വഴി തടഞ്ഞതുകൊണ്ട് നമുക്ക് തന്നെയാ പ്രശ്നം ഉണ്ടായത്. പെട്ടെന്നൊരു കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറല്ല. സച്ചി, ഇനി നമ്മൾ തിടുക്കം കാണിച്ച അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേയുള്ളൂ. പിന്നെ എപ്പോഴാ വക്കീലെ? എന്റെ ജീവിതം ഇരുട്ടിലായി നിൽക്കുമ്പോ അയാൾ അവിടെ AC മുറിയിലിരുന്ന് തിരക്കാണെന്ന് പറഞ്ഞാ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ?